ഞാനൊരാളെ അധികമായി പുകഴ്ത്തി സംസാരിക്കാറില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിപ്പോൾ ഇദ്ദേഹത്തെ പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല. ഈ അധികാരത്തിലേറ്റ് ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെ നല്ല തീരുമാനങ്ങളാണ് എടുത്തത്, എത്ര നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തത്, ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വിജയ്ക്ക് എത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ട്. അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ CMന് VD സതീശൻ സാറിനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സും ഇത്രയും അധികം ജനങ്ങളുടെ പിന്തുണയും? നമുക്കറിയാം, സാധാരണ തിരഞ്ഞെടുക്കും പോലെയല്ല ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അതാണ് ജനാധിപത്യം നമ്മൾ പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ പുലർന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ജനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഇപ്രാവശ്യം ഉണ്ടായി. അതേപോലെ ലീഗിൻ്റെ കടുത്ത ശക്തമായ ഒരു കൈ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല ഒരിക്കലും. കാരണം ലീഗ് ചെറിയ സീറ്റിലെ ടീമല്ല. ഇപ്പോൾ 22 സീറ്റാണ് അവർക്ക് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ തോറ്റ സ്ഥലത്തും 3-4 സ്ഥലത്ത് തോറ്റ സ്ഥലത്ത് പോലും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ് മറ്റേ പാർട്ടിക്കാർ ജയിച്ചത്. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ ഒരുപാട് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊക്കെ പറയാം. ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ വരുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഓരോ കാര്യങ്ങൾ. പിന്നെ നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ കുറവുകൾ മാത്രം കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കാണുക, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കൂ, സുദീർഘമായ വീഡിയോ പൂർണ്ണമായും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ എത്ര പെർഫെക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചുരുങ്ങിയ സംസാരം കൊണ്ട്, ഒരു ചുരുങ്ങിയ വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ധാരാളം ആളുകളുടെ അറിവിനായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നല്ല നല്ല കമൻറ്റുകൾ ഉണ്ടെങ്കിൽ എഴുതുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമാണ് സതീശൻ സാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്. അവരെ സന്തോഷം കൊണ്ട് കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. സമരമുഖത്ത് സജീവമായി ഉണ്ടായിരുന്ന ആളാണ് മറിയത്ത പറയൂ, ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കാര്യമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഈ സർക്കാർ നല്ലൊരു ഇതിൽ വരട്ടെ. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് കണ്ണീരിലൂടെ നടക്കാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. സതീശൻ സാറിന് ഞങ്ങൾ ഒരുപാട് ഇത് കൊടുക്കുന്നുണ്ട്. സാർ മനുഷ്യരെ അറിഞ്ഞത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്കൊരു ആശ്വാസം തരിക എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾക്കൊരു വോട്ട് കൊണ്ടല്ല, അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ഈ സർക്കാരിനുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു 2-ൽ കൂടുതൽ കേസ് എനിക്കുണ്ട്. അതെല്ലാം റദ്ദ് ചെയ്യുമെന്ന് ഇപ്പൊ മന്ത്രിസഭ തീരുമാനിച്ചപ്പോ കേട്ടപ്പോ ഏറെ സന്തോഷം തോന്നി. ഇതിന്റെ സമരസമിതിയുടെ നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിസഭാ യോഗം കൂടി അത് ക്യാൻസൽ ചെയ്യാനും അതിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കാൻ തീരുമാനിച്ചു. തീർത്തും ആഹ്ലാദകരമാണ്. ഈ സർക്കാർ ജനങ്ങളുടെ കൂടെയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. സാധാരണ ഇലക്ഷൻ ജയിക്കാനും വേറെ കാര്യത്തിനല്ലേ തിണ്ണ നിരക്കണം എന്ന് പറഞ്ഞത്, ജയിച്ചിട്ടാണ് പോയി കാണുന്നത് അവരോടൊക്കെ. അത് എല്ലാ സ്ഥലങ്ങളിലും പോകും, എല്ലാവരെയും കാണാൻ പോകും. എല്ലാവരെയും എന്നെ വഴക്ക് പറഞ്ഞവരെയൊക്കെ കാണാൻ പോകും. അതെന്താ പോണ്ടേ? എല്ലാവരെയും ഞാൻ ആരെയും പേരൊന്നും പറഞ്ഞില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നേ. അതിനെന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അങ്ങനെ വേണ്ടേ? നിങ്ങൾ എന്താ പറയണത്? ഞാൻ ആളോട് മിണ്ടില്ല, ഇനി ആളോട് സംസാരിക്കില്ല, പണ്ട് എന്നോട് എന്നെ വഴക്ക് പറഞ്ഞു. മാറ്റണം, ആ ഇഷ്ടക്കേട് മാറ്റണം. എല്ലാവരുമായിട്ട് നല്ല ബന്ധം വേണം. അതിനെന്താ? പക്ഷെ നിലപാടിൽ മാറ്റമില്ല. നിലപാടിൽ ഒരു മാറ്റം, അതിശക്തമായ സെക്യുലർ നിലപാടാണ്. ഒരു നിലപാടിലും മാറ്റമില്ല. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കും. ഉറപ്പായിട്ട് എതിർക്കും. അത് UDFന്റെ സ്റ്റാൻഡാണ്. UDFന്റെ അൾട്ടമന്റ് ആയിട്ടുള്ള സെക്യുലർ സ്റ്റാൻഡാണ്. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? 550 കിലോമീറ്റർ തൊട്ട് 600 കിലോമീറ്റർ വരെ തീരപ്രദേശം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിച്ചുകൂടാ? കോസ്റ്റൽ ഷിപ്പിംഗ് മീൻസ് നമുക്ക് ആദ്യം ചരക്ക് സാധനങ്ങളെല്ലാം അതിലെ കൂടെ കൊണ്ടുപോകാം. വെസൽസ്, ഗവൺമെന്റ് അല്ല. കാരണം എന്താ? 2 ഇന്റർനാഷണൽ സീപോർട്ട്, വിഴിഞ്ഞം, കൊച്ചി, ഒരു കണ്ടെയ്നർ ടെർമിനൽ കൊച്ചി, 17 മിനി പോർട്ട് കേരളത്തിലുണ്ട്. ആ മിനി പോർട്ടൊക്കെ കുറച്ചുകൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകും. അതിലെ 1/4 എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ. റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും കുറവാണ്. അവിടെ റോഡ് കുറെ ഫ്രീ ആവും, കുറെ ഗ്രീൻ ആവും. പിന്നെ ഒരു കോസ്റ്റൽ ഏരിയ, ഒരു പോർട്ട് സിറ്റി ആയിട്ട് ടോട്ടൽ കേരളത്തിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് സിംഗപ്പൂർ, സിയാറ്റിൽ, പല സ്ഥലങ്ങളെ പോലെ. അത്രയും അഡ്വാൻറ്റേജ് ഈ കോസ്റ്റൽ ഏരിയയുടെ അഡ്വാൻറ്റേജ് കേരളത്തിലുണ്ട്.